ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു. പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ, മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ. പ്രസിംഗ്, ലാമിനേഷൻ, കട്ടിംഗ്, എഡ്ജ് ബാൻഡ്, മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ്, സോമിൽ, ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്റീരിയർ ചെയ്യുന്നവർക്ക് 3D ഡ്രോയിങ്ങും, ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മുഗാരിക്കുന്ന, ചേലക്കര. ഫോൺ 6282853606. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ജനുവരി 18 ഞായറാഴ്ച നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം ഹരിദാസൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ അദ്ദേഹം ദിവംഗതനായിട്ട് ഈ ജനുവരിയിലേക്ക് 18 വർഷം പൂർത്തിയാകുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ രൂപീകരിച്ച അപ്പുകുട്ടി പൊതുവാൾ ട്രസ്റ്റിന്റെ 14ാമത് വാർഷികവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഈ വരുന്ന ജനുവരി 18 9:30 മുതൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഈ അനുസ്മരണം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പുരസ്കാര സമർപ്പണം നടത്തുന്നതും കലാമണ്ഡലത്തിന്റെ ആരാധ്യനായ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സാറാണ്. ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പഞ്ചവാദ്യത്തിലെ അതുല്യ ഭൂമ തേജസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മദ്ദളത്തിലെ ശ്രീ കുനിശ്ശേരി ചന്ദ്രൻ അവർക്കാണ് ഈ വർഷത്തെ അപ്പുകുട്ടി പൊതുവാളാശന്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യുവ പ്രതിഭകൾക്ക് സമ്മാനിക്കുന്ന തിരുവല്ലാമല മാധവ വാര്യർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കലാമണ്ഡലം പ്രവീണാണ്. ഈ സമ്മേളനത്തിൽ അനുസ്മരണം നടത്തുന്നത് പ്രശസ്ത കലാനിരൂപകനും എഴുത്തുകാരനും ആയിട്ടുള്ള ശ്രീ വി കലാധരൻ അവർകളാണ്. ഈ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മദ്ദള ചക്രവർത്തി, ഞങ്ങളുടെ ഏറ്റവും ആരാധനായ ഗുരുനാഥനായ ശ്രീ ചെർപ്പശ്ശേരി ശിവാശൻ അവർകളാണ്. മറ്റൊരു പ്രത്യേകത, ഇതിന്റെ ഒരു മുഖ്യ അതിഥിയായി എത്തുന്നത് പ്രശസ്ത ഗാന രചയിതാവായ ശ്രീ ബി ഹരിനാരായണൻ അവർകളാണ്. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നമ്മുടെ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ നടത്തും. തുടർന്ന് പ്രശസ്ത കഥകളി സംഗീതജ്ഞനായിട്ടുള്ള ശ്രീ ഹരീഷ്, കലാമണ്ഡലം ഹരീഷും വിനോദും ചേർന്നുള്ള കഥകളിപ്പദ കച്ചേരി നടക്കും. ഈ യോഗത്തിന് മുമ്പായി തന്നെ കുമാരി, ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി എന്ന് പറയുന്നത് കുമാരി മഹാലക്ഷ്മി അവതരിപ്പിക്കുന്ന കേളിയോടെയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഗുരുനാഥന്റെ അപ്പുകുട്ടി പൊതുവാളാശന്റെ ജന്മശതാബ്ദി ആഘോഷം വളരെ വിപുലമായി നമ്മൾ കൊണ്ടാടി. ഇപ്രാവശ്യം എല്ലാ വർഷവും നമ്മൾ ഈ പുരസ്കാരദാനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മദ്ദളത്തിലെ പ്രശസ്തനായ കുനിശ്ശേരി ചന്ദ്രൻ അവർകൾക്കാണ് പ്രാവശ്യം നമ്മൾ അവാർഡ് തുക 15,000 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ യുവപ്രതിഭ തിരുവല്ലാമല മാധവ വാര്യരുടെ പേരിലുള്ള യുവപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീ പ്രവീണിനാണ്. അത് 5,000 രൂപയാണ് പ്രശസ്തി പത്രവും നൽകി ആദരിക്കുന്നത്. ശ്രീ കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ എന്ന നാമം ഒരു കാലത്ത് കഥകളി ലോകത്തെ എല്ലാ അരങ്ങിലും കേട്ടിരുന്ന ഒരു പേരാണ്. കുട്ടിത്രയങ്ങളിലെ ഒരു വ്യക്തി കലാമണ്ഡലം രാമകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണകുട്ടി പൊതുവാൾ, കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ, ഈ 3 പേരും ചേർന്നാണ് കുട്ടിത്രയം, അന്നത്തെ കാലത്ത് കുട്ടിത്രയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തന്റെ ഗുരുനാഥനായ വെങ്കിച്ചൻ സ്വാമിയിൽ നിന്നും നേടിയെടുത്ത അറിവുകൾ, ആ മദ്ദള കലയുടെ ആ കളരി
നിലനിൽപ്പ് അല്ലെങ്കിൽ നിലനിർത്താൻ ഒരു 3 പതിറ്റാണ്ടോളം കലാമണ്ഡലത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. അക്കാലത്ത് മദ്ദളകലയിൽ ഉദയം ചെയ്തവരാണ് ശ്രീ കലാമണ്ഡലം നാരായണൻ നമ്പീശൻ, കലാമണ്ഡലം നാരായണൻ നായർ, കലാമണ്ഡലം ശങ്കരവാര്യർ തുടങ്ങി ഒട്ടേറെ ആ കാലത്ത് പുറത്തിറങ്ങിയ ആളുകളാണ്. ആശാന്റെ ആ ഒരു പഠന രീതിയാണ് ഇന്നും കലാമണ്ഡലത്തിൽ തുടർന്നു വരുന്നത്. കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ആയെങ്കിലും പഠന രീതിയൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ചട്ടക്കൂടുകളിലേക്ക് മാറിയെങ്കിലും ഈ പ്രാക്ടിക്കൽ പഠനം ഇന്നും ആശാന്റെ ആ ഒരു ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. വെങ്കിച്ചൻ സ്വാമിയുടെ ശൈലി എന്ന് പറയുമെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ശ്രീ കലാമണ്ഡലം അപ്പുകുട്ടി ആശാനാണ്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.